ഹലോ. അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ മുഖാമുഖം കണ്ടിട്ടല്ലേ. ഉം. അപ്പം കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ എന്തൊക്കെയോ പാട്ടുകളോ ഒക്കെ പാടി ഇടുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ പാട്ടിന് എല്ലാവർക്കും നല്ല സപ്പോർട്ടൊക്കെയാണ്. ഞാൻ വാട്സാപ്പിലൊക്കെ ഞാനിങ്ങനെ വെറുതെ പാട്ടൊക്കെ പാടി ഇടുമായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ടാണ് കിട്ടിയത്, എല്ലാവരും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പം എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ ബോറടിപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം കുറച്ച് പേരൊക്കെ എൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് മോന് വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ വേറെ എന്താ, ഇന്ന് വലിയ തിരക്കുകളൊന്നും ഇല്ല. അപ്പം ഞാനിന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ എന്താ ഇപ്പോൾ എത്ര 9 മണി കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പം ഇങ്ങനെ ആലോചിച്ച് എന്താ പുട്ട് വേണോ, എന്താ മറ്റേ ഉപ്പുമാവ് വേണം. അപ്പം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഇനി കടയിലൊന്ന് പോകണം. ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ട്, പോകണം. വേറെ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്, അതൊക്കെ ഇന്ന് ചെയ്യണം. പിന്നെ കുറേ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്നൊന്ന് ചെയ്യണം. അപ്പം പിന്നെ അപ്പോൾ രാവിലെ എന്നാൽ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പതുക്കെ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി, പിന്നെ എന്താ എന്നിട്ട് വന്നിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യണം. ക്ലീനിങ് എല്ലാം ഇന്നിപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിലുണ്ട്. പക്ഷേ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ നടക്കില്ല. അപ്പം പിന്നെ നോക്കാം ചെയ്യാവുന്നത്. ഒന്ന് റൂമൊക്കെ ഒന്ന് ഹൂർ ചെയ്യണം, കുറച്ച് തൂത്ത് തുടയ്ക്കാനുണ്ട്. ഇങ്ങനെ വാൾസൊക്കെ ഇച്ചിരിയൊക്കെ വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ അതേ ചെടികളൊക്കെ അതേ കരിഞ്ഞൊക്കെ നിൽക്കുന്നു, അതൊക്കെ കുറച്ചെൻ്റെ ശ്രദ്ധക്കുറവാണ്. അതുകൊണ്ട് അതൊക്കെ കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതേ ഞാനൊരു പനിക്കൂർക്ക കൊണ്ടുവച്ചിട്ടുണ്ട്. പനിക്കൂർക്ക അത് വലിയ നീളത്തിൽ വളർന്നതായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്നപ്പം അത് രണ്ടായിട്ടങ്ങ് ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ കുറച്ചെടുത്ത് ഇവിടെ പുറത്ത് വെക്കാൻ പറ്റില്ല, കാലാവസ്ഥ അത്ര ഇതല്ലാത്തതുകൊണ്ട് പുറത്ത് വെക്കാൻ പറ്റില്ല. എന്നാലും അത് അകത്താണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒടിഞ്ഞു പോയി. ഞാൻ അതിൻ്റെ പകുതി എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് ഞാനൊരു കുപ്പിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുക. അത് കിളുത്ത് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല, ചിലപ്പോൾ വേര് വരുമായിരിക്കും വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട്, പക്ഷേ ഞാൻ പുറത്ത് അതിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ട്, ചട്ടിയിൽ അതിൻ്റെ ചോടോടുകൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്ര അങ്ങോട്ട് ഇതായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കാനായിട്ട് എനിക്കൊട്ടും സൗകര്യവും ഇല്ല, അങ്ങനെ വെക്കാനായിട്ട്. അല്ല, വിൻഡോയുടെ അവിടെയൊക്കെ കൊണ്ടുവന്ന് വെക്കണമായിരുന്നു, പക്ഷേ അതൊന്നും സൗകര്യം എനിക്ക് അങ്ങനെ വിൻഡോയുടെ അവിടെ ഇതുപോലുള്ള ചെറുതല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. പനിക്കൂർക്കല ഒക്കെ ഉണ്ട്. ഇനി പനിക്കൂർക്കല എല്ലാം എടുത്തൊന്ന് ഫ്രൈ ചെയ്യണം. മാവൊക്കെ പുരട്ടി ഈ കടലമാവൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്യണമെന്നൊക്കെ എൻ്റെ മനസ്സിൽ പ്ലാനുണ്ട്. അത് ഇത് പോകുന്നതിന് മുമ്പേ, ചിലപ്പം പോകത്തില്ലായിരിക്കും കേട്ടോ. വേര് പിടിച്ച് വന്നെങ്കിൽ ഞാനതെടുത്ത് ചട്ടിക്കകത്ത് കുഴിച്ച് വെക്കും. അപ്പം പനിക്കൂർക്കയൊക്കെ നല്ലതല്ലേ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഈ ക്യാരറ്റോ ബീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം വെറുതെ ഒരു പ്ലെയിൻ ഉപ്പുമാവ്, കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ട്, അതെല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉഴുന്നൊക്കെ ഇട്ട് ഇങ്ങോട്ട് കടുക് വറുത്ത് നല്ലതായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം എടുത്തൊക്കെ വെച്ചിരിക്കുകയാണ്. സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്,
പിന്നെന്താണ് കറിവേപ്പില എടുക്കട്ടെ. ഇതാ നല്ല ഫ്രഷ് കറിവേപ്പിലയുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് ഇച്ചിരി ഒന്ന് കഴുകി വയ്ക്കണം. പിന്നെ കുറച്ച് മതി അല്ലേ. പിന്നെ എനിക്കിന്ന് ഇച്ചിരി അച്ചാറൊക്കെ ഇട്ടാൽ കൊള്ളാവുന്നുണ്ട്. അതിന് അച്ചാറിടാൻ ഞാൻ പിന്നെ കാണിക്കാതെ എന്താണെന്ന്. അപ്പം കറിവേപ്പിലയുണ്ട്, പിന്നെ 2 വറ്റൽമുളകുണ്ട്, വറ്റൽമുളക്. പിന്നെ വേറെ എന്താണ്, പച്ചമുളകും കൂടി വേണം. അപ്പോൾ പച്ചമുളകും കൂടി എടുത്തിട്ട് വരാവേ. ഒരു പച്ചമുളക് മതി അല്ലേ, വറ്റൽമുളകും ഉണ്ടല്ലോ, ഒരെണ്ണം മതി. അപ്പം ഇതാ ഒരു പച്ചമുളക്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ അടുപ്പിൽ ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ചൂട് പിടിച്ചു വന്ന് കടുകൊക്കെ ഇടുമ്പോഴത്തേന് വറക്കാൻ കടുക് പൊട്ടാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ അടുപ്പിൽ വെച്ചിരിക്കുക എടുത്ത്. പിന്നെ എല്ലാവരുടെയും ടിപ്പുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ജയ, പിന്നെ അജിത, ഗിരിജ, പിന്നെ സുപ്രി, പിന്നെ ഇവരൊക്കെ ആ ടിപ്പുകൾ ഇടുന്നത്. പിന്നെ അങ്കമാലി ചേച്ചിയും ചിലപ്പോഴൊക്കെ ഇങ്ങനെ വല്ല ടിപ്പുകളൊക്കെ ഇടുന്നതാണ്. പക്ഷെ ഞാനിതൊന്നും ചെയ്യത്തില്ല കേട്ടോ, ഞാനിതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഫുള്ള് ഞാൻ കണ്ട്. പിന്നെ നമ്മുടെ ജീന, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് എല്ലാം ഞാൻ ഫുള്ള് കാണും. സമയം പോലെ കാണും കേട്ടോ. കണ്ടിട്ട് ഞാൻ കമൻ്റ് ഇടും. ഞാനൊന്നും കാണാതിരിക്കത്തില്ല. ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണും. സമയം കഴിച്ച് ചിലപ്പോൾ രാത്രിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ കമൻ്റൊക്കെ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീഡിയോസും ടിപ്സും ഒക്കെ കാണുന്നുണ്ട്. എല്ലാം സൂപ്പറാണ്. അപ്പം ഞാൻ കാണുന്നുണ്ട്. പിന്നെ കണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നോക്കിക്കേ നിങ്ങൾ എൻ്റെ മുഖം ഒന്ന് നോക്കിക്കേ. എൻ്റെ മുഖത്തൊരു പാടുകളോ അല്ലെങ്കിൽ കുരുവോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ. SP എന്ന് പറയുക അതിനല്ലേ, സ്വയം പൊങ്ങുക എന്ന് പറയത്തില്ലേ, അതാണ്. ഞാൻ സുന്ദരിയല്ലേ, എന്നെ ആരും കൊല്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ. വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നും കേട്ടോ. പക്ഷേ എനിക്കതൊന്നും ചെയ്യണം. ഒന്നാമത്തെ കാര്യം എനിക്ക് മടിയാണ് ഇതൊക്കെ ചെയ്യാൻ. പിന്നെ അതിനൊക്കെ സമയവും ഒക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷേ നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ തടി കുറയ്ക്കാൻ, പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് സൗന്ദര്യം വരാൻ നിങ്ങളുടെ മുഖത്ത് തക്കാളി ഇട്ടുകൂടെ, തക്കാളിയും തൈരും കൂടെ ഇട്ടുകൂടെ, തക്കാളിയും പാലും കൂടെ, തക്കാളി തേന്, പിന്നെ അങ്ങനെ ഇട്ടൂടെ, ഇങ്ങനെ ഇട്ടൂടെ എന്നൊക്കെ ഞാൻ മക്കൾക്ക് എല്ലാം ഞാൻ പറയും. ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യും, നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയാറുണ്ട്. അവരുടെയൊക്കെ വീഡിയോസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ മുടി പൊഴിയാതിരിക്കാനായിട്ടുള്ള ഇത്, താരൻ്റെ ഇത്, അതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞാനിതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്. എല്ലാവരുടെയും വീഡിയോസ് കാണണമല്ലോ, കണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം ഫുള്ള് കാണുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്താ ഉപ്പുമാവ് ഉണ്ടാക്കാം. വിശക്കാൻ തുടങ്ങി. അതിനിടയ്ക്കൊരു എന്താ എന്താ പറയുന്നതിന് എനിക്കറിയത്തില്ല. അത്
ഇടയ്ക്കൊരു വിശപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊത്തിപ്പുറക്കിയൊക്കെ തിന്നുമല്ലോ. അപ്പം ഞാനൊരു പൈനാപ്പിളിൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു അവക്കാഡോ കഴിച്ചു. അവക്കാഡോ അത് 4 ഉണ്ടായിരുന്നു. അതിൽ 2 നന്നായിട്ട് പഴുത്തതും ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഓരോ ഇതിൽ കിട്ടുന്നത്. 2 പഴുത്തതും ഉണ്ടാവും, 2 പച്ചയായിരിക്കും. അപ്പം ആദ്യം നമ്മൾ ആ പഴുത്തതെടുത്ത് നമ്മൾ കഴിച്ച്, ഇന്നലെ 1 കഴിച്ച്, ഇന്ന് 1 കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ബാക്കി 2 ഇരിപ്പുണ്ട്, അത് പഴുക്കട്ടെ, എന്നിട്ട് കഴിക്കാം. അപ്പം അങ്ങനെ ഇടയ്ക്ക് അതും ഇതൊക്കെ കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ചു. അപ്പം കുറച്ചൊരു ഇടക്കാല ആശ്വാസം. ഇപ്പോഴാണ് അതിൻ്റെ പേര് പിടികിട്ടിയത്. പേര് മറന്നു. ഇടക്കാല ആശ്വാസം പോലെ ഞാൻ ഇങ്ങനെയൊക്കെ കൊത്തിപ്പറക്കി തിന്ന് ഒരു ചായയും കുടിച്ചു കേട്ടോ. അപ്പം ഇനിയിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഒരു സവാള ഇടാം, പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ ചെഞ്ചട്ടിയിൽ ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഒഴിച്ചു, ഇച്ചിരി തീ കൂട്ടി വെച്ചേക്കാം. അപ്പോൾ ഇനി നമ്മുടെ കടുകും വേണം, ഉഴുന്നും വേണം അല്ലേ. കടുക് ഉഴുന്ന് നോക്കട്ടെ. ഒന്നും പാക്കറ്റിനകത്ത് കൊണ്ടുവന്ന പടി എടുത്ത് അന്നേരം അത്യാവശ്യത്തിന് ഇച്ചിരി എടുത്ത് വയ്ക്കുക. അതെല്ലാം ഒന്ന് അത് ടിന്നുകളിലാക്കി വെക്കണം. അതിനുള്ള സമയം കിട്ടിയില്ല. ഇന്നിനിയിപ്പം എല്ലാം ഒന്ന് ചെയ്യണം പറ്റുമെങ്കിൽ. എല്ലാം മടിയാന്നേ എല്ലാം ചെയ്യാൻ എനിക്ക്. പിന്നെ ചില സമയത്ത് നമുക്ക് എല്ലാം ചെയ്യണമെന്നൊരു ഉത്സാഹം തോന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ആ മൂഡിൽ അങ്ങ് എല്ലാം ചെയ്തെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ ഈ രാത്രിയിലൊന്നും എനിക്കിഷ്ടമില്ല, ഈ രാത്രി കിടന്നുകൊണ്ടുള്ള പരിപാടികൾ. രാത്രിയിലെയും കുക്കിങ്ങും അതൊക്കെ. പിന്നെ ചില ദിവസങ്ങളിലൊരു ഇത് തോന്നുമല്ലോ, അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യും. അല്ലാതെ ഈ കുക്കിങ്ങൊക്കെ രാത്രിയിൽ എനിക്കിഷ്ടമില്ല. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അന്നേരം ചൂടാകും. അപ്പോൾ എൻ്റെ മോനെ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെട്ടം, അവിടുത്തെ ഈ വെട്ടം ലൈറ്റ് കുറയുന്നതായി. മഴക്കാറുണ്ട്, നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴയായിരുന്നു. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴൊക്കെ നന്നായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഇഞ്ചി, അജിത പറയുന്നത് കേൾക്കാം, ഈ ഉപ്മാവിനകത്തൊന്നും ഇഞ്ചി ഇടൂലെന്ന്. എനിക്ക് എല്ലാത്തിനും ഇച്ചിരി ഇഞ്ചി വേണം കേട്ടോ. ഞാൻ എല്ലാത്തിനകത്തും ഇച്ചിരി ഇഞ്ചി കൂടുതലും ഞാൻ ഇടും, എനിക്കിഷ്ടമാണ്. പിന്നെ ഇഞ്ചിയൊക്കെ നല്ലതല്ലേ, ഇഞ്ചിയൊക്കെ നമ്മളുടെ ഭക്ഷണത്തിലൊക്കെ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഇഞ്ചി പച്ചമുളകും കൂടെ ഒന്ന് 2ആയിട്ട് കീറിയിടാം അല്ലേ. രണ്ടായിട്ടല്ല 4ആയിട്ട് പൊളന്നിട്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം കണ്ടോ, ഇത് എത്ര, 1 കിലോ ഉഴുന്നിന് എത്രയാണെന്നറിയാമോ? ഈ പൊട്ടിച്ച ഉഴുന്നാണേ, അതിന് 2.79, 2 പൗണ്ട് 79 പെൻസ്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ഏകദേശം 280 290 രൂപയോളമൊക്കെ ആകും. നാട്ടിലൊക്കെ എത്രയായി ഈ ഉഴുന്നിനൊക്കെ വില?
1 കിലോയ്ക്ക് ഇത്രയും. നാട്ടിലൊക്കെ ഏകദേശം അത്രയും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതോ ഇവിടെ വില കൂടുതലായിട്ടാണോ? അപ്പം നമുക്ക് ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ ഉഴുന്നിരുന്നോട്ടെ. എനിക്കിഷ്ടമാണ് ഈ ഉഴുന്നിങ്ങനെ വറുത്ത് ഉപ്പുമാവിനകത്തൊക്കെ. നമ്മൾ ഈ തോരൻ വെക്കുമ്പോഴേ, മെഴുക്ക് വരട്ടി വെക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഉഴുന്ന് ചിലപ്പോൾ ഇടും. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നിട്ടു. പിന്നെ ഇനി കടുകിടാം. ഒരു ഇളക്കാനൊരു എടുക്കട്ടെ. അപ്പോൾ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. മഴയും കാറ്റും. ഇപ്പം നാട്ടിലൊക്കെ ചൂടാണെന്ന് തോന്നുന്നല്ലേ? മഴയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളൊക്കെ ലഞ്ചും ഒക്കെ കഴിച്ച് കാണും അല്ലേ? ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ദേ കടുകും ഉഴുന്നും എല്ലാം നന്നായിട്ട് പൊട്ടി കേട്ടോ. ഞാൻ നേരത്തെ ഇതെല്ലാം അടുപ്പത്ത് വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഞാനിതിങ്ങനെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കടുവ് പൊട്ടു എന്നും പറഞ്ഞിട്ട്. അവരാണെങ്കിൽ പൊട്ടത്തുമില്ല. അപ്പോൾ ഒത്തിരി ദിവസമായി കുക്കിങ്ങൊക്കെ ചെയ്തിട്ടല്ലേ? പിന്നെ ചിലപ്പോൾ ആ സുപ്രുവിൻ്റെ സംസാരമൊക്കെ കേട്ടാലുണ്ടല്ലോ, ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കും ഇതൊക്കെ കേട്ടിട്ട്. എന്നും പറഞ്ഞ് മറ്റുള്ളവരാരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നും ഒക്കെ ഒന്ന് റെഡിയായി വന്നു. ഓക്കെ, അപ്പോൾ ഞാനിനി കാണിക്കാമേ. നല്ല സ്മെല്ലാണ് കേട്ടോ. ആ വറ്റൽമുളക് ഇങ്ങോട്ട് മൂത്തതിൻ്റെയും ഉഴുന്നിൻ്റെയും പിന്നെ സവോള കിടന്ന് മൂക്കുന്നതിൻ്റെയും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നിശീതിനി നിശീതിനി ഞാനൊരു രാപ്പാടി പാടാ പാടാ എൻ വിരഹഗാനം പ്രാണനിലുണരും യക്ഷഗാനം. അയ്യോ എനിക്ക് വയ്യ. അപ്പം നമ്മുടെ സവാളയും ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഒരു കളർഫുള്ളായിട്ട് മറ്റേ വെജിറ്റബിൾസ് ഒന്നും ഇല്ലല്ലോ. സോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുത്ത റവയാണ് കേട്ടോ. ഞാൻ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കെറ്റിലിനകത്ത്.
അപ്പോൾ വെള്ളം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. ഞാൻ ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു. പെട്ടെന്ന് ഒന്ന് തിളയ്ക്കട്ടെ. കെറ്റിലിനകത്തൊക്കെ വെള്ളം തിളപ്പിച്ചതുകൊണ്ട് എളുപ്പം ഒന്ന് തിളയ്ക്കും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് എവിടെ? അങ്ങോട്ട് കുടഞ്ഞിട്ട് കൊടുത്താൽ ചിലപ്പം കൂടിപ്പോവും. അതുകൊണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് നോക്കാം, ആ വെള്ളത്തിൻ്റെ ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉണരു വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരു വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ, ഉണരു വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. വന്നു പൂവണി മാസം, വന്നു സുരഭില മാസം, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളം തിളച്ചപ്പോഴേക്കും കേട്ടോ. നമുക്കിനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. തീയൊക്കെ കുറച്ച് വെച്ചേക്കാം. നമ്മളുടെ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്ത റവയാണേ. കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കാണിക്കാമേ. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ. അപ്പം എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒത്തിരി ഡ്രൈ ആയിരിക്കുന്നത് എനിക്കിഷ്ടമില്ലേ. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം കൂടിപ്പോയതൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം എനിക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെള്ളം ഇട്ടതാണേ. വെള്ളം അത്രയും ഒഴിച്ചതാണ്. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചിലരൊക്കെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നേളൊന്ന് തൊടാതെ ഇങ്ങനെ കിടക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇച്ചിരി കുഴഞ്ഞിരിക്കണം, അപ്പം കഴിക്കാനും ഒരു രസമുണ്ട്. ഇങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ കിട്ടും, പക്ഷേ ഇവിടെ അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഇൻസ്റ്റൻറ്റ് റവ ഇതുപോലെ അവർ പറയുന്ന ഇത് ഉപ്പുമാവ് അവർ പറയുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ, വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ഇങ്ങനെ നല്ല ഇങ്ങനെ കുഴഞ്ഞിരിക്കും.
എനിക്കത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ കാണിക്കാവേ. കണ്ടോ, എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. അപ്പം പിന്നെ ഈ പഴമോ കറിയോ ഒന്നും ആവശ്യമില്ല. കണ്ടോ, എനിക്കിങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴമൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ഇല്ലാതെ ഞാൻ കഴിക്കാൻ പോകുന്നത്. ഉണ്ടോ, കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഒരു ഉപ്പുമാവ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മക്കൾക്കും എന്നെ ഒത്തിരി 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 നന്ദി. താങ്ക് യു. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുക, സപ്പോർട്ട് എല്ലാം എനിക്ക് വേണം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാനിനി കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെ ഒത്തിരി ഈ ആവർത്തന വിരസത അല്ലേ, ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് പിന്നെ അപ്പം ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഇഷ്ടമുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കാണുമ്പം എല്ലാവരും സ്വയം വന്ന് ഇത് കൊള്ളാമല്ലോ, ഇത് നമുക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം, അവരുടെ ഈ പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഒരു ലൈക്ക് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കാം. അങ്ങനെയൊക്കെ സ്വയം തോന്നി ചെയ്യണം അല്ലേ. അല്ലാതെ നമ്മളാരെയും പറഞ്ഞ് നിർബന്ധിച്ച് കമ്പല് ചെയ്ത് അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ കണ്ടൻറ്റൊക്കെ നല്ലതാണെങ്കിൽ സ്വയം എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പം എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.